ഉടനടി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തുവരുന്നതിന് മുൻപേ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും. ഇത്രയും കാലം BJPയുടെ ഒരു തന്ത്രം മാത്രമായിരുന്നു CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം. പക്ഷേ ഇന്നിപ്പോൾ അത് BJP നടപ്പിലാക്കാൻ തന്നെ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായും BJP നടപ്പിലാക്കുന്ന മറ്റ് ആശയങ്ങൾ പോലെയല്ല പൗരത്വ ഭേദഗതി നിയമത്തിന് സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്നുള്ളതും മറ്റൊരു വിഷയം തന്നെയാണ്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് BJP എപ്പോഴും പൗരത്വ എന്നുള്ളൊരു ആശയം മുന്നോട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ഒരു ചർച്ചാ വിഷയമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നതിൽ അല്പം ദുരൂഹതയുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്തായിരിക്കാം കാരണം? അമിത്ഷായാണ് ഇന്ന് പൗരത്വ ഭേദഗതി നിയമം ഉടനടി നടപ്പാക്കുമെന്ന വാഗ്ദാനം നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഈ വിജ്ഞാപനം ഇറക്കുമെന്നും അദ്ദേഹം തന്നെയാണ് പറഞ്ഞു വെക്കുന്നതും. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നും അമിത്ഷാ വാക്ക് നൽകുന്നുണ്ട്. ET Now ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റ് 2024 സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സന്ദേശം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത്. CAAക്ക് ആരുടെയും പൗരത്വം കവർന്നെടുക്കാനാകില്ല. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം മാത്രമാണ് CAA എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. BJPക്ക് 370 സീറ്റുകളും NDAക്ക് 400 സീറ്റുകളും ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പോലും തങ്ങൾക്ക് വീണ്ടും പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുമെന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 ഞങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ രാജ്യത്തെ ജനങ്ങൾ BJPയെ 370 സീറ്റുകളിലും NDAയെ 400 സീറ്റുകളും നൽകി അനുഗ്രഹിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുകയാണ്. 1947 ഇന്ത്യ വിഭജനത്തിന് ഉത്തരവാദിയായ പാർട്ടിയാണ് കോൺഗ്രസ്. അതിനാൽ തന്നെ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി മുന്നോട്ട് പോകാൻ നെഹ്റു ഗാന്ധി സന്തതികൾക്ക് അവകാശമില്ല. ഏക സിവിൽ കോഡ് രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ അജണ്ടയാണെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അമിത്ഷാ ഇന്ന് പ്രസംഗത്തിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ പ്രസംഗം തന്നെയാണ് അതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല BJPയുടെ അജണ്ടയും വ്യക്തമാണ്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാജ്യം ഒന്നടങ്കം പുകയുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ പള്ളികളെല്ലാം തന്നെ പൊളിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പള്ളികൾക്ക് മുൻപേ അവിടെ അമ്പലമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല ചില പ്രവർത്തകർ, ചില ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ രാവിലെ ഖുറാനുകളും മറ്റും പള്ളികളിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിക്രമിച്ച് പള്ളികളിൽ കയറി പൂജ നടത്തുന്ന സാഹചര്യമുണ്ട്. കോടതി വിധിക്ക് പോലും കാത്തു നിൽക്കാത്ത സാഹചര്യമെല്ലാം തന്നെ മുന്നിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഉത്തരാഖണ്ഡിൽ നടന്ന സംഭവം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കാത്തതാണ്. കയ്യേറ്റ ഭൂമിയിലെ പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ വ്യക്തികൾ മരണമടയുകയും പരിക്കേൽക്കുകയും എല്ലാം ചെയ്ത സന്ദർഭങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ ഉണ്ടായതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് CAA എന്ന് പറയുന്ന വ്യക്തമായൊരു അജണ്ട കൂടി BJPയുടെ ഭാഗത്തു നിന്ന് നടപ്പാക്കാൻ പോകുന്നത്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്താണ് CAA അഥവാ പൗരത്വ ഭേദഗതി ബിൽ തുടങ്ങിയ ആശയങ്ങൾ, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് തുടങ്ങിയ ആശയങ്ങളെല്ലാം തന്നെ BJP മുന്നോട്ട് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ആദ്യമെല്ലാം CAA എന്ന് പറയുന്ന ഒരു ആശയം BJP മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ അത് വളരെ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. CAA എന്ന് പറയുന്ന സമയത്ത് പലരുടെയും പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാനാ ഭാഗത്തു നിന്നും വന്ന് കുടിയേറി താമസിച്ചവരെല്ലാം തന്നെയുണ്ട്. നാനാ മതവിശ്വസ്തരുണ്ട്. പല വ്യത്യസ്ത കൾച്ചറുകളിലുള്ള ആളുകളെല്ലാം തന്നെയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അവിടെ CAA പോലുള്ള ഒരു അജണ്ട നടപ്പിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത്. CAA എന്ത് നടപ്പാക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് BJP പോലും ഇതുവരെയും വ്യക്തമാക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ആശങ്കകൾ എന്ന് പറയുന്നത് അത് വളരെ വലിയ രീതിയിൽ തന്നെയാണ്. മാത്രമല്ല CAAയുടെ നിബന്ധനകൾ എന്തെല്ലാമായിരിക്കും എന്നുള്ള കാര്യം, ആദ്യം CAA എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്ന സാഹചര്യത്തിൽ നിരവധി നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് മതങ്ങളുടെ പട്ടിക പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ അതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ അപ്പോൾ BJP എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പ്രധാന അജണ്ട? ആദ്യം പറഞ്ഞ അതേ അജണ്ട തന്നെയാണ് BJP ഇക്കാര്യത്തിൽ പിന്തുടരാൻ പോകുന്നത് എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഏക സിവിൽ കോഡ് എന്നുള്ള ഒരു ആശയം കൂടി കൊണ്ടുവരുന്നുണ്ട്. BJPയുടെ ഈ ഏക സിവിൽ കോഡും ഇതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നടപ്പിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ്. ഇതേ സാഹചര്യത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് അജണ്ട അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട തന്നെയാണ് പലപ്പോഴും CAA അഥവാ ഏക സിവിൽ കോഡ് എന്നെല്ലാം തന്നെ പറയുന്നത്. ആ അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ
ആഭ്യന്തരമന്ത്രി ആർക്കാണ് ഇത്ര വലിയ ഉറപ്പ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴായിട്ട് മുസ്ലിം വിഭാഗങ്ങളുടെ അഥവാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാം തന്നെ ജനസംഖ്യ വർധനവ് വളരെയധികം ചോദ്യം ചെയ്യുന്നുണ്ട്. BJP-യുടെ ഭാഗത്തു നിന്നാണെങ്കിലും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ ജനസംഖ്യ വർധനവ്, അവരുടെ പോപ്പുലേഷൻ റേറ്റ് പലപ്പോഴായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP പലപ്പോഴും പല വാദഗതികളും ഉന്നയിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഈ ഏക സിവിൽ കോഡ് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. രാജ്യത്തെ പല ന്യൂനപക്ഷ പാർട്ടികളും തങ്ങൾക്ക് എതിരെ വളരാനുള്ള സാധ്യതയാണോ BJP ഭയപ്പെടുന്നത് എന്നുള്ളൊരു ആശങ്ക പോലും പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും വിമർശകരാണെങ്കിലും എല്ലാം തന്നെ ഉയർത്താറുണ്ട് എന്നുള്ളൊരു സ്ഥിതിവിശേഷം തന്നെയാണ്. പക്ഷേ ഇതേ സാഹചര്യത്തിൽ വീണ്ടും അമിത്ഷാ ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ദിവസം ഏപ്രിൽ 16 ആണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും പുറത്തു വരുന്ന സാഹചര്യമാണ്. അതായത് ഏപ്രിൽ 16 ആണെങ്കിലും അല്ലെങ്കിൽ ഏപ്രിൽ എന്ന മാസമാണെങ്കിലും അധികം ദിവസങ്ങളില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ളതാണ്. ഇതേ സാഹചര്യത്തിലാണ് അമിത്ഷാ അതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം അഥവാ എന്താണ് ഇനി ഏക സിവിൽ കോഡ്, ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് അതിന്റെ നിബന്ധനകളെല്ലാം തന്നെയെന്ന് കൃത്യമായി തന്നെ BJP-യുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ വ്യക്തമാക്കേണ്ടി വരും. അതേസമയത്ത് ആദ്യം സൂചിപ്പിച്ച പോലെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത പട്ടികയാണ് എല്ലാം വരുന്നതെങ്കിൽ അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.